ബി.ജെ.പിയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. ശോഭാ സുരേന്ദ്രൻ വയനാട്ടിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായേക്കും. തൃശൂരിൽ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ വി മുരളീധരനും പാലക്കാട് സി കൃഷ്ണകുമാറും മത്സരിക്കും. ബി.ജെ.പി സംസ്ഥാന ഘടകം ദേശീയ നേതൃത്വത്തിന് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക കൈമാറും. വിജയിക്കുക അല്ലെങ്കിൽ വോട്ട് ശതമാനം ഉയർത്തുക. ബി.ജെ.പി സംസ്ഥാന ഘടകത്തിന് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി കരുത്തരെ കളത്തിലിറക്കാനാണ് ബി.ജെ.പി തീരുമാനം. കോഴിക്കോട് മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്ന സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പേര് വയനാട് കൂടെ പരിഗണിക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ സംസ്ഥാനത്തെ പ്രമുഖ സ്ഥാനാർത്ഥിയെ വയനാട് രംഗത്തിറക്കുമെന്ന് ബി.ജെ.പി വ്യക്തമാക്കിയിരുന്നു. LDF സ്ഥാനാർത്ഥിയായി ആനി രാജയെ നിശ്ചയിച്ച പശ്ചാത്തലത്തിലാണ് ബി.ജെ.പി ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കുന്നത്. ശോഭ വയനാട് മത്സരിച്ചാൽ കോഴിക്കോട് MT രമേശിനാണ് സാധ്യത. നിലവിൽ വടകരയിലാണ് MT രമേശിനെ പരിഗണിക്കുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ വി മുരളീധരൻ, പാലക്കാട് സി കൃഷ്ണകുമാർ, കാസർഗോഡ് PK കൃഷ്ണദാസ്, മലപ്പുറത്ത് AP അബ്ദുള്ളക്കുട്ടി, പത്തനംതിട്ടയിൽ PC ജോർജ്, കൊല്ലത്ത് PB ഗോപകുമാർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. കണ്ണൂരിൽ ഈ അടുത്ത് കോൺഗ്രസിൽ നിന്നെത്തിയ C രഘുനാഥ്, പ്രകാശ് ബാബു എന്നിവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ. പൊന്നാനിയിൽ പ്രഫുൽ കൃഷ്ണൻ, നിവേദിത സുബ്രഹ്മണ്യം, ചാലക്കുടിയിൽ മേജർ രവി, AN രാധാകൃഷ്ണൻ, B ഗോപാലകൃഷ്ണൻ, ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണി, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ, ബി.ജെ.പി സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ എന്നിവരാണ് പട്ടികയിൽ. എറണാകുളം BDJSന് നൽകുന്ന കാര്യവും ആലോചനയിലുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിനാണ് മുൻതൂക്കം. കലാ സാംസ്കാരിക രംഗത്തെ ചില പ്രമുഖരുമായും തിരുവനന്തപുരത്തിനായി ചർച്ച നടത്തുന്നുണ്ട്. തലസ്ഥാനത്ത് അവസാന നിമിഷം കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടാനില്ല. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നാളെ ഡൽഹിയിൽ ദേശീയ നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിൽ അന്തിമ ധാരണയാകും. 29ഓടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.